സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. പമ്പയിലെ നിയന്ത്രണങ്ങൾക്ക് നേരിയ ഇളവുണ്ട്. തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന സാഹചര്യത്തിൽ നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 6 മണി വരെ പമ്പയിൽ നിന്നും തീർത്ഥാടകരെ പ്രവേശിപ്പിക്കില്ല. സന്നിധാനത്ത് അയ്യപ്പന്മാരുടെ വലിയ തിരക്ക് തുടരുകയാണ്. പമ്പയിൽ നിന്നും അയ്യപ്പന്മാർക്ക് നേരിയ ഇളവ് വരുത്തിയിട്ടുണ്ട്. കാരണം വളരെ വേഗത്തിൽ പമ്പയിൽ നിന്നും യാത്ര തുടങ്ങാൻ കഴിയും. പക്ഷേ സന്നിധാനത്ത് എത്തുവാൻ മണിക്കൂറുകൾ എടുക്കുന്ന സാഹചര്യമാണുള്ളത്. ശബരിപീഠം മുതൽ പോലീസിന് നിയന്ത്രണമുണ്ട്. ശബരിപീഠത്തിൽ പോലീസ് നിയന്ത്രിക്കുമ്പോൾ തന്നെ അതിൻ്റെ അയ്യപ്പന്മാരുടെ വരി അപ്പാച്ചിമേട് വരെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് നീലിമല വരെ നീളാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ വലിയൊരു തിരക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം അയ്യപ്പന്മാർക്ക് ഇപ്പോഴും സന്നിധാനത്തുണ്ട്. അതായത് വൈകുന്നേരം പമ്പയിൽ നിന്ന് യാത്ര തിരിച്ചാലും നാളെ രാവിലെ 8 മണിയും 9 മണിയൊക്കെ ആവും ഇവിടെ എത്താനെന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നാളെയാണ് തങ്കയങ്കി സന്നിധാനത്ത് എത്തുന്നത്. തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. അതിനോടനുബന്ധിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അയ്യപ്പന്മാർക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്താനാകില്ല. രാവിലെ 11 മണിയോടെയെങ്കിലും നിലയ്ക്കലിൽ എത്തുന്നവർക്ക് മാത്രമേ പമ്പയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയില്ല. ഈ അറിയിപ്പ് പോലീസ് നേരത്തെ തന്നെ നൽകി കഴിഞ്ഞു. അതേസമയം കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ മേഖലകളിൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിനും ചെറിയ ഇളവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ നാളെ ഉച്ചയ്ക്ക് മുൻപ് ഈ വാഹനങ്ങളിലുള്ള അയ്യപ്പന്മാർക്ക് ഇവിടെ എത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം വലിയ തിരക്കാണ്. ഇന്നലെ 1 ലക്ഷത്തിലേറെ പേർ സന്നിധാനത്തെത്തി. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ നിയന്ത്രണത്തിൽപ്പെട്ട വാഹനങ്ങളിലെ അയ്യപ്പന്മാർക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് സന്നിധാനത്ത് എത്താൻ കഴിയുമോ എന്ന കാര്യം വലിയ ഒരു സംശയമായിട്ട് തന്നെ ഉയരുകയാണ്. വലിയ തിരക്ക് തുടരുന്നു. ഇന്നും 1 ലക്ഷത്തോളം പേർ സന്നിധാനത്ത് എത്തുന്ന ഒരു കണക്കുകളിൽ തന്നെയാണ് അധികൃതർക്കുള്ളത്. AP ധനേഷിനൊപ്പം CVN മോദ്, News 18.